ഹായ് ഹലോ. ഇന്ന് ഞാനൊരു കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീറ്റർ വരുന്ന കട്ട് പീസ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ട് പീസായിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചെസ്റ്റിന് താഴെ ബസ്റ്റിൻ്റെ ആ ഭാഗത്ത് പ്ലീറ്റ്സ് വരുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ ബസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് 10 ഇഞ്ചിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ വരുന്നത് 5.25 ഇഞ്ചാണ്. അത് ഇതുപോലെ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്തത് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ 5.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കത് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. അങ്ങനെ ആം ഹോൾ കർവ് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് താഴേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതിൻ്റെ ഫ്രണ്ടും ബാക്കും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്ക് ഞാൻ ക്യാൻവാസിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ താഴേക്കുള്ള ഭാഗം കൂടിയും കട്ട് ചെയ്തെടുക്കാം. ടോട്ടൽ ലെങ്ത് പറയുന്നത് 43 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ മുകളിലെ ഭാഗം നമ്മൾ 9 ഇഞ്ചായിട്ട് അതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് 34 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും ചേർത്ത് 35.5 ഇഞ്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് എൽബോ സ്ലീവാണ്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ്. 10.5 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് അവിടെ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോൾ റൗണ്ട് ഇതുപോലെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നിന്ന് ഇതുപോലെ 3.5 ഇഞ്ചിലാണ് ഞാനിത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഈ സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഫ്രണ്ടിലെ ആം ഹോൾ നമുക്കൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. അതിന് ശേഷം അവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കണം. കാരണം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് അറിയാനാണ് അങ്ങനെ ഒരു കട്ടിങ് ഇടുന്നത്. അങ്ങനെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നെക്ക് നമ്മൾ ക്യാൻവാസിൽ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.25 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ലെങ്ത്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ചും. ഇനി നമുക്കിത് ഒരു ബോക്സാക്കി വരച്ചു കൊടുക്കണം. അങ്ങനെ അത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ നിന്ന് മുകളിലേക്ക് ഒരു 3/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലെ ചെരിച്ച് വരച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ നെക്കിൻ്റെ
ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ ഇതുപോലെ നെക്കിൻ്റെ ഡിസൈൻ നമ്മൾ ഇതുപോലെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ക്യാൻവാസിൻ്റെ ഡിസൈൻ നമുക്ക് വേറൊരു തുണിയിലേക്ക് അതിൻ്റെ ചീത്ത വശത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അയൺ ചെയ്തെടുക്കണം. അങ്ങനെ അത് അയൺ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികുവശം ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ ഭാഗത്ത് ഈ നെക്കിൻ്റെ ഡിസൈൻ വെച്ച് കൊടുക്കണം. അതിന് സെൻറ്ററിൽ ഇതുപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ നെക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലൂടെ ഇതുപോലെ ഒരു ലൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ക്യാൻവാസിൻ്റെ അരികുവശത്ത് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിൻ്റെ മുകൾ വശത്ത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്യാതെ ഇട്ടിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് മാറി പോവാതിരിക്കാനാണ് ഞാൻ അങ്ങനെ അത് കട്ട് ചെയ്യാത്തത്. അങ്ങനെ ഇതിൻ്റെ സൈഡ് വശം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ അപ്പുറത്തേക്ക് മറിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് അയൺ ചെയ്ത് ഇതുപോലെ നീറ്റാക്കി എടുക്കണം. അങ്ങനെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബസ്റ്റിൻ്റെ ഭാഗത്താണ് നമ്മൾ ഈ ലേസ് വെച്ച് കൊടുക്കണം. ഇതൊരു 1.25 ഇഞ്ച് വീതി വരുന്നൊരു ക്രീം കളർ ലേസാണ്. അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്ക് നെക്കാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ബാക്ക് നെക്ക് ക്യാൻവാസ് ഒന്നും വയ്ക്കുന്നില്ല. അപ്പോൾ ബാക്ക് നെക്ക് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതേപോലെ ലെങ്ത്തും 2.5 ഇഞ്ച്. ഇത് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു ക്രോസ് പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ക്രോസ് പീസ് വെച്ച് ഇതുപോലെ തയ്ച്ച് കൊടുക്കുക. അങ്ങനെ ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നല്ല വശം ഒരുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഷോൾഡർ രണ്ടും ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. അങ്ങനെ അതിന് ശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ 1/4 ഇഞ്ച് മടക്കി തയ്ച്ചു കൊടുക്കുക. അങ്ങനെ സ്ലീവ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോഡിയിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 സ്ലീവും ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. അങ്ങനെ സ്ലീവ് എല്ലാം ഇവിടെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തേക്കുള്ള പോർഷനാണ് തയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് യോക്കിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ 2 സൈഡും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കുർത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെറുതായി മടക്കി തയ്ച്ചു കൊടുക്കണം. അവന് 1/2 ഇഞ്ച് വീതിയിലാണ് ഞാനത് തയ്ച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്കിൽ ഒരു ക്യാൻവാസ് വെച്ച് കൊടുത്തത് കാരണം നമുക്കത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.